everyone, this is me Neja here and welcome to Rectify English. So Rectify Englishലൂടെ നമ്മൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടെ ഈസി ആക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സീക്രറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി എങ്ങനെ ഇംഗ്ലീഷിലൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം, എങ്ങനെ ഒരാളെ ഗ്രീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്ലാസ് കാണാത്ത ആൾക്കാർക്ക് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അത് മസ്റ്റായിട്ട് പോയിട്ട് കാണുക, കാരണം നമ്മളൊരു കോൺവെർസേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഒരു ഗ്രീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അപ്പം നമ്മളൊരാളെ കാണുകയാണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അറിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ചോദിക്കുന്നത്? ഗിവ് മീ ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ് ആയിരിക്കില്ലേ? അപ്പം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ അത് ഒരു മീറ്റിംഗ് ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിൽ പുതുതായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഇനി സ്കൂളിൽ നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുക, കോളേജ്, അതേപോലെ തന്നെ നിങ്ങളുടെ വർക്ക് സ്പേസ്, എവിടെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരാൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആം ഐ റൈറ്റ്? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലാണ് ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി വരുന്ന പുതിയ ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ റൂൾ എന്താണെന്ന് പറയുന്നതിന് മുൻപേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണം എന്നുണ്ടെങ്കിലും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ യൂസ് ചെയ്യാം. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം, ഈവൻ കോളേജ്, സ്കൂൾ, എവിടെ വേണം എന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്ത് ഒരു റാൻഡം പ്രോഗ്രാം വരികയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് വരികയാണ്, ഒരു മീറ്റിംഗ് വരികയാണ്, നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് എക്സ്പെഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ റൂൾ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഓരോ സ്റ്റെപ്സ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആണ്. ഈ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുമ്പം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഹായ്, ഹൗ ആർ യു ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഗ്രീറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഗ്രീറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് വൺ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഗ്രീറ്റിംഗ്സ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിം ആണ്. നെയിം നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും? ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ നെജ. അപ്പോൾ നമുക്ക് അത് ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? ഒന്ന്, മൈ നെയിം ഈസ് ഫാത്തിമ നെജ. രണ്ട്, ഇറ്റ്സ് മീ ഫാത്തിമ നെജ. ഇങ്ങനെ പറ്റും നമ്മുടെ നെയിം നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പറയുന്നത് കൃത്യമായിരിക്കണം, പേരാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ആൻഡ് മൂവിങ് ടു തേർഡ് വൺ. തേർഡ് നമുക്ക് എന്താണ്? റോളാണ് വരുന്നത്. ഈ റോളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമല്ല. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, ഓഫീസിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. അതായത് നോർമലി സ്റ്റഡീസിൽ കൂടുതൽ, അതായത് സ്റ്റഡീസ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കല്ലാതെ
സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് എന്ത് പറയുന്നത്, റോള് പറയേണ്ട ആവശ്യം വരുന്നത്. ഇനി സ്റ്റഡീസ് ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളൊരു പാർട്ട് ടൈം വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആർട്ട് വർക്ക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് പറയാം, റോള് പറയാം. കാരണം റോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണ്, ഞാൻ ലാംഗ്വേജ് ട്രെയിനറാണ്. എവിടെയാണ് ലാംഗ്വേജ് ട്രെയിനറായിട്ട് നിൽക്കുന്നത്? റെക്ടിഫൈ ഇംഗ്ലീഷിലാണ്. അപ്പം അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഐ എം വർക്കിംഗ് ആസ് എ ലാംഗ്വേജ് ട്രെയിനർ ഇൻ റെക്ടിഫൈ ഇംഗ്ലീഷ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പം അതിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്? റോളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കമ്പനിയുടെ പേര്, അതായത് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ്. ഇനി ഒന്നുമില്ല, സ്റ്റുഡൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർ റോളിനെ കുറിച്ച് ആലോചിക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 4th സ്റ്റെപ്പാണ്. അപ്പോൾ ഈ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും പ്രൊഫഷണൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണെന്നെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു 4th സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യണം. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പം ചില ആളുകൾ ഇപ്പം ഡിഗ്രി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഐ ആം പെർസ്യൂയിങ്. പെർസ്യൂയിങ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഐ എം പെർസ്യൂയിങ് മൈ ഡിഗ്രി. ഓക്കെ, ഡിഗ്രി അറ്റ് ജമോരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജോ അല്ലെങ്കിൽ അറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജ്, അറ്റ് ഫറൂഖ് കോളേജ്, അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൻ്റെ പേര് പറയാം. അല്ലെങ്കിൽ ഐ എം സ്റ്റഡിയിങ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പം ഞാൻ BA ഇംഗ്ലീഷാണ് എടുത്തത്. അപ്പം ഐ എം സ്റ്റഡിയിങ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അറ്റ് ജമോരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജ് അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, ഏത് കോളേജാണ് നമ്മൾ പഠിക്കുന്നത്, ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്, ഈ 3 കാര്യങ്ങളും നമുക്ക് പറയാം. ഐ എം സ്റ്റഡിയിങ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അറ്റ് ജമോരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജ് അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇതൊക്കെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവർക്ക് ക്വാളിഫിക്കേഷൻ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട വേർഡ് കംപ്ലീറ്റഡ് എന്നുള്ള വേർഡാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അണ്ടർ യൂണിവേഴ്സിറ്റി. അവർ കോളേജ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോർമലി യൂണിവേഴ്സിറ്റി ആണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പോയാൽ മതി. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ മൈ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഇൻ. മൈ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഇൻ. ഈ 2 വേർഡ്സ് ആണ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് S is equal to സ്കില്ലാണ്. അപ്പം സ്കില്ല് എന്താണ്? നമുക്ക് ഉള്ള സ്കില്ല്. ഇപ്പം എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, ഐ എം പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആർട്ടാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഗെയിംസ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ പ്ലേയിങ് ആണ് ഇഷ്ടം. അപ്പം എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പറയാം ഐ എം പാഷനേറ്റ് അബൌട്ട് മൈ ആർട്ട് വർക്ക്സ്, അല്ലെങ്കിൽ ഐ എം പാഷനേറ്റ് അബൌട്ട് മൈ ഗെയിംസ്. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്കില്ലുണ്ട് അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഒന്നും കൂടി പ്രൊഫഷണലായിട്ട് അത് എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെത് പറയുവാണെന്നുണ്ടെങ്കിൽ ഐ എം പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് ആൻഡ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഇൻ ദെയർ ഗ്രോത്ത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ മലയാളം എന്താണ്? എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അത്രയുമേ ഇഷ്ടപ്പെടുന്നത് ടീച്ചിങ് ആണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് എന്താണോ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവിടെ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പം നമ്മൾ ഓൾറെഡി 5 സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് 2 സ്റ്റെപ്സ് ആണുള്ളത്. ലാസ്റ്റത്തെ 6th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളാണ്. ഓക്കെ, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അച്ചീവ് ചെയ്യാൻ അത്രമേ ഇഷ്ടപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ അത്രയുമേ ദൃഢമായിട്ട് എനിക്ക് ഇത് നേടിയെടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിനാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ഗോള് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഗോളിനെ പറയാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഗോള്
എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, ഐ എം എംപവറിങ് സ്റ്റുഡൻസ് ഇൻ ദെയർ ഗ്രോത്ത് ആൻഡ് ഇൻ ദെയർ ലീഡർഷിപ്പ് ത്രൂ റെക്ടിഫൈ ഇംഗ്ലീഷ്. അതായത് റെക്ടിഫൈ ഇംഗ്ലീഷിലൂടെ എനിക്ക് സ്റ്റുഡൻസിനെ അവരുടെ ഗ്രോത്തിനും അവരുടെ എംപവർമെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് കൂടുതലായിട്ട് ആഗ്രഹം. സോ ഐ വുഡ് ലൈക്ക് ടു എംപവർ സ്റ്റുഡൻസ് ഇൻ ദെയർ ഗ്രോത്ത് ആൻഡ് ലീഡർഷിപ്പ് ത്രൂ റെക്ടിഫൈ ഇംഗ്ലീഷ്. അപ്പം ഇതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതായത് എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കണം എന്നാഗ്രഹമുള്ള ഒരു കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും, ഐ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, അല്ലെങ്കിൽ ഐ ഷുഡ് സ്റ്റാർട്ട് എ കമ്പനി ഓൺ 2026 അല്ലെങ്കിൽ 27, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോളായിട്ട് പറയാൻ പറ്റും. എന്തിൻ്റെ കമ്പനി എന്നുള്ളതും കൂടെ നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് ഗോൾ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത് ടി ആണ്. അതായത് 7th റൂൾ. അതായത് 7th റൂളിൽ വേറെ ഒന്നുമില്ല, താങ്ക് യു. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, ഇത്ര മാത്രമേ പറയാനുള്ളൂ. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രീറ്റിങ്സ് പറഞ്ഞു, നെയിം പറഞ്ഞു, റോള് പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ സ്കില്ല് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മളുടെ ഗോള് പറഞ്ഞു, അതേപോലെ താങ്ക് യു പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോളും അതേപോലെ തന്നെ സ്കില്ലും ഇത് നിങ്ങൾക്ക് പറയാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ചുരുക്കിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത് മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരിക്കലും ഗസ് ചെയ്ത് സ്റ്റെക്കായി നമ്മൾ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം എത്രമേൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. അതാണ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ കുറേ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോമെൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പറ്റാവുന്ന എല്ലാ കോമെൻറ്റിനും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനും ബാക്കി കാണുന്ന ആളുകൾക്കും എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഹെൽപ്പ് വേണം, അതായത് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കണം, 1-to-1 ട്രെയിനിങ് ക്ലാസ് വേണം, സ്പീക്ക് ചെയ്ത് എൻ്റെ കൂടെ പഠിക്കണം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണം, ഇങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.